ഞാൻ ഭയങ്കര പ്രൗഡാണ് ആക്ച്വലി. ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. ഇത് മക്കളുടെ സ്കൂളിൽ ആനുവൽ ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാക്കി ആനുവൽ ഡേയുടെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ ഒരു 5 o'clock ഒക്കെ ആയപ്പോഴായിരുന്നു പ്രോഗ്രാംസ് സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സ്കൂളിലേക്ക് എത്തിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ലായിരുന്നു. പിന്നെ ഗസ്റ്റായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റോ സേവ്യർ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മ്യൂസിക് ഡയറക്ടറാണ്. ബ്രഹ്മയുഗം, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഫിലിം ഉണ്ടല്ലോ, അതുപോലെ തന്നെ കുറച്ചധികം ഫിലിമുകളിലൊക്കെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ടോപ്പ് സിംഗറിലുള്ള അന്ന റോസ് എന്ന് പറയുന്ന കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ അന്ന റോസിൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. ARM എന്ന ഫിലിമിലെ അങ്ങുവാനക്കോണിൽ എന്ന് തുടങ്ങുന്ന സോങ് ആയിരുന്നു കേട്ടോ കുട്ടി പാടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് സോങ് ആഡ് ചെയ്യുമ്പോഴേക്കും കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സോങ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവാർഡുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ അതിൽ 2nd സ്റ്റാൻഡേർഡിൽ ടോപ്പർ ഹിസാൻ ആയിരുന്നു കേട്ടോ. മോനുക്ക് പ്രൊവിഷ്യൻസ് അവാർഡ് കിട്ടുന്ന ഒരു വീഡിയോ ആട്ടോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഗസ്റ്റിൻ്റെ വേർഡ്സിലേക്ക് അതുപോലെ തന്നെ സോങ്സിലോട്ടൊക്കെ പോകാം കേട്ടോ. ഞാൻ ഭയങ്കര പ്രൗഡാണ് ആക്ച്വലി. ഞാൻ ഭയങ്കര ജെന്യുവിനായിട്ട് എനിക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ പഴയ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. ഇവിടെ കിടന്ന് ഫുട്ബോൾ കളിക്കുകയും ഇടിയുണ്ടാക്കുകയും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഈ കോർട്ടിൻ്റെ ചുറ്റും നമ്മൾ സ്പോർട്സ് ഡേയുടെ സമയത്തൊക്കെ ഈ കോർട്ടിൻ്റെ ചുറ്റുമായിരുന്നു മറ്റേ റണ്ണിങ് റേസും പരിപാടികളും. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് 7th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ ഇവിടുന്ന് മാറി ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഭയങ്കരമായിട്ട് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മ്യൂസീഷ്യൻ ആവണം. ഞാൻ 10th ആയപ്പോൾ തീരുമാനിച്ചു ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആവും. ചത്താലും ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് ചാവുള്ളൂ. അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ മനസ്സിൽ വെച്ചിട്ട് ക്രിസ്റ്റോ സേവിയർ പാടിയിട്ടുണ്ടായിരുന്ന ബ്രഹ്മയുഗം എന്ന ഫിലിമിലെ സോങ് ആയിരുന്നു കേട്ടോ. അത് ഞാനിതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. സെയിം കോപ്പി റൈറ്റ് ഇഷ്യൂ കാരണമാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വളരെ കുറച്ച് ക്ലിപ്പിങ്സ് വെച്ച് മാത്രമായിട്ട് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്കും പ്രോഗ്രാം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്ലിപ്പിങ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ക്രിസ്റ്റോ സേവിയർ അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളൊരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. നമ്മൾ ഈ സെയിം സ്കൂളിൽ തന്നെ കേട്ടോ അദ്ദേഹം 7th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഒരു മ്യൂസീഷ്യൻ ആവുക എന്നുള്ളത് അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അതിലേക്ക് എത്തിച്ചേർന്നു. അതുവഴി ഒരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കരുതാറില്ല. എപ്പോഴും പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം, അക്കാഡമിക്കലി നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം എന്തായാലും. പക്ഷേ അതിലുപരി നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കരിയറിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന പ്രോഗ്രാംസിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സും കൂടെ ആട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.